ഫിഷിംഗ് ഗിയറിനായി ശരിയായ മെറ്റീരിയൽ തിരഞ്ഞെടുക്കുന്നത് വ്യത്യസ്ത ഗുണങ്ങളുള്ള വിവിധ സിന്തറ്റിക് നാരുകൾ പരിഗണിക്കുന്നത് ഉൾപ്പെടുന്നു. മികച്ച മെറ്റീരിയൽ സാങ്കേതിക ഗുണങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, മാത്രമല്ല പ്രാദേശിക ലഭ്യതയും വിലയും പോലുള്ള ഘടകങ്ങളും. എല്ലാവർക്കും അനുയോജ്യമായ ഒരു പരിഹാരവുമില്ല. വ്യത്യസ്ത തരം മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് പ്രത്യേക മെറ്റീരിയൽ ആവശ്യകതകളുണ്ട്. ഉദാഹരണത്തിന്, പേഡ് സെയിനുകൾക്ക് സിങ്കിംഗ് വേഗത നിർണായകമാണ്. ഗിൽ നെറ്റുകളുടെ സുതാര്യതയും മൃദുത്വവും പ്രധാനമാണ്. കൂടാതെ ഉയർന്ന ബ്രേക്കിംഗ് ശക്തിയും ഉരച്ചിലിന്റെ പ്രതിരോധവും അടിഭാഗത്തെ ട്രോളുകൾക്ക് അത്യന്താപേക്ഷിതമാണ്. ആയാസത്തെ അടിസ്ഥാനമാക്കി വലകളുടെ വർഗീകരണം. മത്സ്യബന്ധന ഉപകരണങ്ങളെ പ്രധാന ഗ്രൂപ്പുകളായി തരംതിരിക്കാം. ഗ്രൂപ്പ് 1 ലോ സ്ട്രെയിൻ ഗിയർ. ഈ ഗ്രൂപ്പിൽ മികച്ച ഗിൽ വലകൾ ഉൾപ്പെടുന്നു. ക്യാച്ചിന്റെ അതിലോലമായ സ്വഭാവം കാരണം അവയ്ക്ക് കൃത്യത ആവശ്യമാണ്. ഗ്രൂപ്പ് 2 മീഡിയം സ്ട്രെയിൻ ഗിയർ. ഈ ഗ്രൂപ്പിൽ ചെറിയ ബോട്ടം ട്രോളുകൾ, മത്സ്യബന്ധന ലൈനുകൾ, കെണികൾ, സ്കൂപ്പ് വലകൾ എന്നിവ പോലുള്ള വലിച്ചിട്ട വലകൾ ഉൾപ്പെടുന്നു. ഇവയ്ക്ക് ശക്തിയുടെയും വഴക്കത്തിന്റെയും സന്തുലിതാവസ്ഥ ആവശ്യമാണ്. ഗ്രൂപ്പ് 3 ഉയർന്ന സ്ട്രെയിൻ ഗിയർ. അതിവേഗം ഒഴുകുന്ന നദികളിൽ ഉപയോഗിക്കുന്ന വലിയ അടിവലകളും കേപ്പ് വലകളും ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. ഉയർന്ന ലോഡുകളെ നേരിടാൻ ഇവയ്ക്ക് പരമാവധി ശക്തി ആവശ്യമാണ്. സ്ട്രെയിൻ ഗ്രൂപ്പ് വഴി മെറ്റീരിയൽ തിരഞ്ഞെടുക്കൽ. പിഎ പോളിമൈഡ്. ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ഗിയറുകൾക്ക് ഉപയോഗിക്കുന്നു. ഗിൽ വലകൾ, പേഡ് സീനുകൾ ടാർഗറ്റ് ചെയ്യുന്ന മത്തികൾ. ഇത്തരം വലകൾക്കുള്ള പൊതുവായ തിരഞ്ഞെടുപ്പ്: ലീഡറുകൾ, പ്രധാന മത്സ്യബന്ധന ലൈനിന്റെ അറ്റത്തുള്ള നേർത്ത വരകൾ. പോളിയെത്തിലീൻ. കൂടുതൽ ശക്തിയും വഴക്കവും ആവശ്യമുള്ള ട്രോളുകൾ പോലെയുള്ള ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3 വലകൾക്ക് അനുയോജ്യം. പിബി പോളിപ്രൊപ്പിലീൻ. ട്രോളുകളെ അപേക്ഷിച്ച് കുറഞ്ഞ ആയാസം ആവശ്യമുള്ള സെറ്റ് നെറ്റ് പോലുള്ള ഗ്രൂപ്പ് 1 വലകൾക്ക് ഏറ്റവും മികച്ചത്. പിവിസി പോളിവിനൈൽ ക്ലോറൈഡ്. സെറ്റ് നെറ്റ്, ലിഫ്റ്റ് നെറ്റ് തുടങ്ങിയ ഗ്രൂപ്പ് 2 വലകൾക്ക് അനുയോജ്യം. പിവിഎ പോളിവിനൈൽ ആൽക്കഹോൾ. ട്യൂണയും കുതിര അയലയും ലക്ഷ്യമിടുന്ന ഗ്രൂപ്പ് 1 പെഴ്സീനുകൾക്ക് പ്രത്യേകമായി ഉപയോഗിക്കുന്നു. ഈ മെറ്റീരിയൽ ശക്തിയുടെയും ജലലിക്കുന്നതിന്റെയും സന്തുലിതാവസ്ഥ പ്രദാനം ചെയ്യുന്നു. ഉപയോഗത്തിനു ശേഷം വല വിഘടിപ്പിക്കാൻ അനുവദിക്കുന്നു. ഇന്ന് നമ്മൾ ഫിഷ്നെറ്റ് നിർമ്മാണത്തിന്റെ കൗതുകകരമായ ലോകത്തേക്ക് കടക്കുകയാണ്. ആദ്യം നമുക്ക് ഗിൽ നെറ്റ്സ് നോക്കാം. വെള്ളത്തിനടിയിൽ ഒരു ഭീമാകാരമായ അദൃശ്യമായ തിരശ്ശീല സങ്കൽപ്പിക്കുക. അതാണ് ആശയം. മല്ലിടുന്ന മത്സ്യത്തെ പിടിക്കാൻ ശക്തവും എന്നാൽ മറഞ്ഞിരിക്കാൻ കഴിയുന്നത്ര നേർത്തതുമായ മെറ്റീരിയൽ ഉപയോഗിക്കുക എന്നതാണ് പ്രധാന കാര്യം. വെള്ളത്തിൽ അദൃശ്യമായിരിക്കണം. മത്സ്യം കണ്ടെത്താനുള്ള സാധ്യത കുറയ്ക്കുന്നതിനൊപ്പം പിടിക്കൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഇത് നിർണായകമാണ്. പിനേലിന്റെ വ്യാസവും മെഷ് ബാറും തമ്മിലുള്ള അനുപാതം ഗിൽ നെറ്റുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട ഒരു പ്രധാന മാനദണ്ഡമാണ്. കട്ടിയുള്ള പിനേലുകൾ മത്സ്യത്തിന് കൂടുതൽ ദൃശ്യമായേക്കാം. ഇത് അവയുടെ ലാറ്ററൽ ലൈൻ സെൻസ് ഓർഗനുകളെ പ്രവർത്തനക്ഷമമാക്കുന്നു. ഇത് വലയുടെ ഫലപ്രാപ്തി കുറയ്ക്കും. നൈലോൺ നെറ്റ് ഫിലമെന്റ് ഉപയോഗിക്കുക. ഇത് ശക്തിയും ദൃശ്യപരതയും സന്തുലിതമാക്കുന്നു, മത്സ്യത്തിന്റെ ദോഷം കുറയ്ക്കുകയും നെറ്റ് ഫലപ്രാപ്തി നിലനിർത്തുകയും ചെയ്യുന്നു. വളരെ നേർത്ത നൈലോൺ മോണോഫിലമെന്റ് വീണ്ടെടുക്കൽ സമയത്ത് മത്സ്യത്തെ ദോഷകരമായി ബാധിക്കും. അതേസമയം കട്ടിയുള്ള പിനേലുകൾ കൂടുതൽ ദൃശ്യവും ഫലപ്രദവുമല്ല. കനം കുറഞ്ഞ പിനയുകളുള്ള വലയിൽ പിടിക്കുന്ന മത്സ്യത്തിന് മുറിവുകളും ചതവുകളും ചെതുമ്പൽ നഷ്ടവും സംഭവിക്കാം. ഇത് വിപണിയിൽ അവയുടെ ഗുണനിലവാരവും മൂല്യവും കുറയുന്നു. ഇനി നമുക്ക് ട്രാൾ വലകൾ പര്യവേക്ഷണം ചെയ്യാം. ട്രാൾ നെറ്റ് ഫീച്ചറുകൾ ഇവയാണ്: ശക്തമായ, നല്ല ഉരച്ചിലുകൾ, പ്രതിരോധം, വാങ്ങാൻ വില കുറഞ്ഞത്. കട്ടിയുള്ള പിനേൽ കൂടുതൽ ഇഴച്ചിൽ സൃഷ്ടിക്കുന്നു. അതിനാൽ വല നിർമ്മാതാക്കൾ വലയെ കൂടുതൽ ഭാരമുള്ളതാക്കാതെ തന്നെ ശക്തമാക്കുന്നതിനുള്ള ഒരു മാർഗം കണ്ടെത്തേണ്ടതുണ്ട്. ട്രാൾ വലകളിൽ വലിച്ചിടലിന്റെ 50% വല വഴിയാണ് സംഭാവന ചെയ്യുന്നത്. അതിനാൽ ട്രാൾ വലകളിൽ നേരിയതും ഭാരം കുറഞ്ഞതുമായ പിനേലുകൾ ഉപയോഗിക്കുന്നത് ഇഴച്ചിൽ ഗണ്യമായി കുറയ്ക്കുന്നു.